ആദ്യമായി PSC എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ് ഇത്. നമ്മൾ എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് തന്നെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ പരീക്ഷാ ഹാളിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണിത്. ഗേറ്റ് പൂട്ടിയിട്ട് അതിന് വെളിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ താമസിച്ച് വരുന്നവർ ഗേറ്റ് കീപ്പറോടൊക്കെ കെഞ്ചി ചോദിക്കാറുണ്ട് കയറ്റി വിടുമോ എന്ന്. പക്ഷേ അത് നിയമവിരുദ്ധമാണ്. പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറ്റി വിടാറില്ല. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം. പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമ്മുടെ ഹാൾ ടിക്കറ്റ്, പിന്നെ നീലയോ കറുപ്പോ നിറമുള്ള ബോൾ പോയിൻ്റ് പേന തന്നെ ആവണം. പിന്നീട് നമ്മുടെ ID കാർഡ്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങി നമ്മുടെ ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലുള്ള ഏത് ID കാർഡും ഉപയോഗിക്കാം. മാത്രമല്ല അതുകൂടാതെ ID കാർഡുകളൊന്നും ലഭ്യമല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്കും ID കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ബാഗും മറ്റ് ബിലോങ്ങിങ്സും, താക്കോൽ ഉൾപ്പെടെ, കീ ചെയിൻ, താക്കോൽ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പേഴ്സ് കൊണ്ടുവരാൻ പാടില്ല. പൈസ വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് പൈസ കയ്യിൽ വെച്ചോ കുഴപ്പമില്ലെന്നാണ്. പക്ഷേ പേഴ്സ് വയ്ക്കാൻ പാടില്ല. പിന്നെ താക്കോലിൻ്റെ കീ ചെയിൻ വയ്ക്കാൻ പാടില്ല. അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിലാക്കിയിട്ട് അവിടെ എക്സാം സെൻറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ക്ലോക്ക് റൂമിൽ വയ്ക്കണം. ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അറിയാതെ പോലും പോക്കറ്റിലുണ്ടാവാൻ പാടില്ല. പിന്നെ വാച്ചിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വാച്ച് എല്ലാവരും വിചാരിക്കുന്നത് സ്മാർട്ട് വാച്ച് മാത്രമേ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. പക്ഷേ സ്മാർട്ട് വാച്ച് മാത്രമല്ല, സാധാരണ അനലോഗ് വാച്ചുകളും പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല. നമുക്ക് പരീക്ഷയുടെ സമയം അറിയാനായിട്ട് ഓരോ അരമണിക്കൂർ ഇടവിട്ട് നമ്മുടെ സെൻറ്ററിൽ ഒരു ബെല്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ബെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ, അത് ചെറിയ ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിനോട് തൽക്കാലം ഇടയ്ക്കിടയ്ക്ക് സമയം ചോദിക്കുന്നത് നന്നായിരിക്കും. ടൈം കീപ്പ് ചെയ്ത് എഴുതുന്നതിന് വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പോൾ എന്തായാലും ഒരു തരത്തിലുള്ള വാച്ചുകളും നമ്മുടെ കൈവശം ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കൈവശത്ത് നിന്ന് പിടിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അവർ പെർമനൻ്റായിട്ട് ബാൻ ചെയ്യും. കൂടാതെ റൈറ്റിംഗ് പാഡുകളൊന്നും കൊണ്ടുവരാൻ പാടില്ല. പെൻഡ്രൈവ്, ഇറേസർ, കാൽക്കുലേറ്റർ, ലോഗരിതം ടേബിളുകൾ, പിന്നെ ഇലക്ട്രോണിക് പേനയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്കാനറുകളോ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ബ്ലൂടൂത്ത് ഇയർഫോൺ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം ചിലപ്പോൾ ഇയർഫോൺ വെച്ച് നടക്കുന്നവരായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഊരാൻ മറന്നു പോയാലും മതി. പെട്ടെന്നൊരു സ്കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൂടാതെ വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഈറ്റബിൾസ് ഐറ്റംസ്, അതായത് കഴിക്കാനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കഴിക്കാൻ കൊണ്ടുവരുന്ന പാക്കുകളൊന്നും പറ്റില്ല. വാട്ടർ ബോട്ടിലുകൾ പറ്റില്ല. ഹാൻഡ് ബാഗ്, പേഴ്സ്, പൗച്ച് ഇത്യാദി വസ്തുക്കളൊന്നും ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല. ഇടക്കാലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ID കാർഡിൻ്റെ കോപ്പിയും കൂടെ കൊണ്ടുവരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ID കാർഡിൻ്റെ കോപ്പിയുടെ ആവശ്യമില്ല. ഒറിജിനൽ ID കാർഡ് തന്നെയാണ് വേണ്ടത്. വേറെ കോപ്പിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോയോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഉണ്ട്. ഇൻവിജിലേറ്റേഴ്സ് കൊണ്ടുവരുന്ന ആ ഹാളിൽ എക്സാം എഴുതുന്നവരുടെ ലിസ്റ്റിലും നമ്മുടെ ഫോട്ടോ കാണും. ആ ഫോട്ടോയോട് ചേർന്നുള്ള കോളങ്ങളിൽ ഇൻവിജിലേറ്റേഴ്സ് പറയും. ആ കോളങ്ങളിൽ നമ്മുടെ സൈൻ ചെയ്താൽ മതിയാകും. വേറെ അഡീഷണൽ ഫോട്ടോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് A ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ മതിയായ കോളങ്ങളിൽ തന്നെ ആയിരിക്കണം നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്പർ 1 ആണെന്ന് കരുതി നമ്പർ 1 വരുമ്പോൾ 0 കറുപ്പിക്കരുത്. ഫസ്റ്റ് നമുക്ക് അതിൽ വരുന്നത് 0 ആണ്. അതാണ് മിക്കവർക്കും സംഭവിക്കുന്ന മെയിൻ പ്രശ്നം. പിന്നെ സംഭവിക്കാനുള്ളത് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും, ഇത് രണ്ടും പലരും തെറ്റിക്കാറുണ്ട്. അത് നോക്കി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥാനത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എഴുതണം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ്റെ നേരത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ തന്നെ എഴുതണം. പിന്നെ ഇൻവിജിലേറ്റേഴ്സ് മനുഷ്യരാണ്, അവർക്കും തെറ്റ് പറ്റാം.
അവർ തരുന്ന ആൽഫ കോഡ് തന്നെയാണ് നമ്മുടെ ആൽഫ കോഡെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ രജിസ്റ്റർ നമ്പർ ബെഞ്ചിൻ്റെ മുകളിൽ ഡെസ്കിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കും. അതിന് മുന്നേ ഒരു പ്രിഫിക്സ് ആയിട്ട് ആദ്യം ഒരു അക്ഷരം കാണും, ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എ ആണ് നമ്മുടെ കോഡെങ്കിൽ എ കോഡുള്ള ആൻസർ ഷീറ്റും എ കോഡുള്ള ബുക്ക് ഷീറ്റും ആൻസർ ഷീറ്റും എ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ചിലപ്പോൾ നമ്മുടെ ആൻസർ പേപ്പർ തരുമ്പോൾ അതിൻ്റെ ബാർകോഡുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ കീറൽ വല്ലതും ഉണ്ടാവുകയോ അഴുക്ക് പുരണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് പുതിയത് വാങ്ങണം. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ആൻസർ ഷീറ്റിന് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അത് ഒരു വലിയ ഷീറ്റിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു ചെറിയ മുറിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ചിലർ എക്സാം എഴുതി തുടങ്ങുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഈ എ പാർട്ടും ബി പാർട്ടും കൂടെ കീറി വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വാർണിംഗ് ബെല്ല് അടിച്ചതിന് ശേഷം മാത്രം, ഇൻവിജിലേറ്റർ പറഞ്ഞതിന് ശേഷം മാത്രം ഈ എ പാർട്ടും ബി പാർട്ടും രണ്ടായിട്ട് കീറി മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുകയല്ല, ഇൻവിജിലേറ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ഒപ്പിടും, എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പ് അവർ ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. കാര്യം എന്ന് വെച്ചാൽ ചില കേസിൽ ചില ഇൻവിജിലേറ്റേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒപ്പിടാതെ എല്ലാ പേപ്പറും വാങ്ങിച്ചതിന് ശേഷം ഒരുമിച്ച് വെച്ച് ഒപ്പിടുന്നത് കണ്ടിട്ടുണ്ട്, വളരെ റെയറായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ചിലപ്പോൾ നമ്മുടെ ഒരു പേജ് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അസാധുവായി പോകും. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പരീക്ഷ പൂർത്തിയാകാതെ പുറത്തിറങ്ങാൻ പാടില്ല. മാത്രമല്ല എ പാർട്ടും ബി പാർട്ടും കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ. ക്ലാസ്സിൽ പലതരത്തിലുള്ള ആളുകളിരിക്കും. നമ്മളെ ശല്യം ചെയ്യുന്നവരുണ്ടാവും, നമ്മളോട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നവരുണ്ടാവും. ആദ്യം ഇത് സ്കൂൾ പരീക്ഷയോ കോളേജ് പരീക്ഷയോ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം സ്കൂളിലും കോളേജിലും ഒരു മിനിമം മാർക്ക് വാങ്ങിയാൽ എല്ലാവരും ജയിക്കും, എല്ലാവരും പാസ്സാവും, അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഉയർച്ചയും കിട്ടും. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ഇതിൽ ഏറ്റവും മുകളിലുള്ളവർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആരോടും ഒന്നും ഷെയർ ചെയ്യരുത്. എക്സാം എഴുതുമ്പോൾ ആരോടും ഷെയർ ചെയ്യരുത്. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ പരസ്പരം നല്ല രീതിയിൽ ഷെയർ ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ ഷെയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരുപാട് കുറച്ചുകൂടെ അറിവ് കിട്ടും. അപ്പോൾ എക്സാം ഹാളിനുള്ളിൽ ഇതുപോലെ പഠിപ്പിക്കലൊന്നും വേണ്ട. അവനവൻ അറിയാവുന്നത് മാത്രം എഴുതുക. നല്ല രീതിയിൽ ഇൻവിജിലേറ്റേഴ്സിനോടും കൂടെ എക്സാം എഴുതാൻ വരുന്ന ഉദ്യോഗാർത്ഥികളോട് നല്ല രീതിയിൽ പെരുമാറുക. മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. വിജയം നിങ്ങളോട് കൂടി ഉണ്ടാകും.